ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ നമ്മളെ നെക്സ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ഷോർട്സിൽ കണ്ട പോലെ ഈ ഒരു സാധാ LED ബൾബിന് നമ്മൾ DC-യിൽ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ഒരു എമർജൻസി ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ട്യൂബിന് നമ്മൾ. അപ്പം ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഇത് കാണിച്ചിരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെ വീട്ടിലിരിക്കുന്ന ഒരു പഴയ, അതായത് കേടായി പോയ ട്യൂബിനെ നിങ്ങൾക്ക് തന്നെ ഒരു എമർജൻസി ലൈറ്റ് ആക്കാൻ പറ്റും. അത് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് നൽകുന്നൊരു കാര്യമാണ്. നമുക്ക് ഓരോരോ ഘട്ടങ്ങളായിട്ട് കാണാം. സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ കാണുന്ന ലെഗിനെ അങ്ങോട്ട് ഊരിയിട്ട് ഈ ഒരു ടോപ്പ് കവറിന് ഊരിയെടുക്കുക. ഈ കാണുന്ന ലെഗിനെ ഒന്ന് പ്രസ് ചെയ്യുക, ഇവിടുന്ന് പുള്ള് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് LED സ്ട്രിപ്പിനെ പയ്യെ ബാക്കിലോട്ട് വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ ടൈറ്റ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ സൈഡിലെ വയറിനൊന്ന് അകത്തോട്ട് തള്ളി കൊടുക്കുക. തള്ളി കൊടുക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് ഇങ്ങനെ ഇളകി വരുന്നതായിരിക്കും. ഇതാണ് LED ട്യൂബിൻ്റെ ഡ്രൈവർ. ഇത് നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ IC എന്തോ പോയതാണെന്ന് തോന്നുന്നു, കുറച്ച് കത്തിക്കരിഞ്ഞൊക്കെ ഇരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്ത് കാണിച്ചിരുന്നതായിരിക്കും. പക്ഷെ നമ്മളെ പ്രോജക്റ്റിൽ ഈ സാധനത്തിൻ്റെ, ഈ ഡ്രൈവറിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ഈ രണ്ട് വയറൊന്ന് ഈ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ കണക്ഷൻ മൊത്തം സീരീസാണ്, അത് മൊത്തം നമ്മളൊന്ന് പാരലൈസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ബൾബ് എന്ന് പറയുന്നത് 3 വോൾട്ടാണ് വരുന്നത്. അപ്പം 4 ബൾബാകുമ്പോൾ 12 വോൾട്ടാവും. അപ്പോൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം വെച്ചാണ് നമുക്ക് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം. അങ്ങനെ ഓരോ ബൾബ് വെച്ച് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക. 4 ബൾബ് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ നടുക്കത്തെ ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ ചുരണ്ടി വൃത്തിയാക്കി അതിൻ്റെ സ്ട്രിപ്പ് എടുക്കണം. എന്നിട്ട് ഈ നടുക്കത്തെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ 2 സൈഡ് ലൈൻ വരും, അത് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഈ സൈഡ് പോസിറ്റീവും ഈ സൈഡ് നെഗറ്റീവുമാണ് വരുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം, ഈ വരച്ച ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടുന്ന് ഒരു വയർ ഇങ്ങോട്ട് സോൾവ് ചെയ്ത് കൊടുക്കണം, ഇവിടുന്ന് ഒരു വയർ ഇങ്ങോട്ട് സോൾവ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 4 ബൾബ് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മളിങ്ങനെയാണ് സ്ക്രാച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സൂക്ഷിച്ച് വേണം, പ്രിൻ്റൊന്നും കട്ടാവാതെ വളരെ ശ്രദ്ധിച്ച് സമയം എടുത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അവസാനം എടുത്തു കഴിയുമ്പോൾ ഇതേപോലെ ആവും. ഇതേപോലെ കിട്ടണം നമുക്ക്. ഇവിടുത്തെ ഈ ലൈനും കിട്ടണം, ഈ നടുക്കത്തെയും കിട്ടണം, ഇപ്പുറത്തെ ലൈനും കിട്ടണം. ഈ 3 ലൈനും കിട്ടണം. ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഈ നടുക്ക് കാണുന്ന ഈ ഒരു ഭാഗത്തെ 2ആയിട്ട് മുറിക്കണം, 2ആയിട്ട് കട്ട് ചെയ്യണം. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇവിടുത്തെയും കണക്ഷൻ ഒന്നും സംഭവിക്കരുത്. ഈ നടുക്കത്തേനും ഈ LED ബൾബിൻ്റെ നടുക്കൂടെ വരുന്ന ഈ കണക്ഷൻ മാത്രമേ നമ്മൾ കട്ട് ചെയ്യാവൂ. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഈ 2 ലൈൻ ഒന്നും സംഭവിക്കരുത്. ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവുമാണ്, ഇതിനകത്തൊന്നും സംഭവിക്കരുത്. ഈ നടുക്കത്തെ ലൈൻ മാത്രം സൂക്ഷിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ടും കൊടുക്കുക, ഇവിടുന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ടും കൊടുക്കുക. ഇതിൽ നിന്ന് ഇങ്ങോട്ടും, ഇതിൽ നിന്ന് ഇങ്ങോട്ടും. അത് സോൾഡർ അങ്ങനെ ഓരോ ബൾബ് വെച്ച്, അതായത് ഇവിടെയും കാണുന്നുണ്ടല്ലേ, ഇവിടെയും നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കണക്ഷൻ ഇങ്ങോട്ടും, ഈ ഒരു കണക്ഷൻ ഇങ്ങോട്ടും. ഇവിടെ ചെയ്യുന്ന അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടും, ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അങ്ങനെ ഓരോ 4 സെക്ഷൻ വരുമ്പോഴും ഇതേപോലെ ഇവിടുത്തെ സ്ട്രിപ്പ് കട്ട് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് പിടിപ്പിക്കുക. അത് കണക്ക് തന്നെ ഓരോ സെക്ഷൻ ഇങ്ങോട്ടും അങ്ങോട്ടും. ഇത് കട്ട് ചെയ്യുമ്പം സിമ്പിളാണ്. നല്ല മൂർച്ചയുള്ളൊരു നൈഫ് എടുത്തിട്ട്, നല്ലൊരു നൈഫ് എടുക്കുക. ഈ ഒരു ഭാഗം സൂക്ഷിച്ച് പയ്യെ അവിടുത്തെ പ്രിൻ്റ് പയ്യെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക പയ്യെ. നമ്മൾ ഈ ലൈനും കൂടെ സോൾഡർ ചെയ്യണം.
ഈ ലൈനും കൂടെ സോൾഡർ ചെയ്യുക. ഈ ലൈൻ അതായത് ഇവിടെ കാണിച്ചു തരാം, നോക്കിയോ. ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സോൾഡർ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് സോൾഡർ ചെയ്യുക. ഒരു കണക്ഷൻ ഇതിനകത്തോട്ട് കൊടുക്കുക, ഒരു കണക്ഷൻ ഇതിനകത്തോട്ട് കൊടുക്കുക. അതേപോലെ ഇങ്ങോട്ട്. അങ്ങനെ ഫുള്ള് ചെയ്തതിന് ശേഷം ബാക്കി കാണാം. അങ്ങനെ ഓരോന്നായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിഥിയം ബാറ്ററിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ് കത്തുന്നുണ്ടോ ഇല്ലയെന്ന്. ചെക്ക് ചെയ്തപ്പോൾ നല്ലപോലെ കത്തുന്നുണ്ട്. തിരിച്ചിനി ട്യൂബിൻ്റെ ഫ്രെയിമിൽ കയറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെ കയ്യിരിക്കുന്ന ഒരു ലിഥിയം ബാറ്ററിയാണ്. ഇത് നമ്മൾ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഈ ഇളക്കിയെടുത്ത ബാറ്ററിയാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിനി ഇതിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ട്യൂബിനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. താൽക്കാലികമായിട്ട് നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ബൾബ് കത്തിക്കുന്ന കാണിച്ചു തരുന്നത്. ബാറ്ററി പാക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ട്യൂബ് ഒന്ന് കത്തിച്ച് നോക്കാം, ഇതിൻ്റെ പ്രകാശം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ട്യൂബ് നല്ല പ്രകാശമുണ്ട്. നമുക്ക് ലൈറ്റ് അണച്ചൊന്ന് കാണിച്ചു തരാം. ഇത്രയും പ്രകാശമുണ്ട് ഈ ട്യൂബിന്. നമ്മൾ ഈ ട്യൂബിൻ്റെ പ്രകാശത്തിലാണ് ഈ റൂമിലെ ഫുള്ള് വെട്ടവും കിട്ടുന്നത്. ഇത്രയും പ്രകാശം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.